Hi friends, welcome back to our family. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 35 വീക്സ് ഒക്കെ കഴിഞ്ഞ് 36 വീക്സ് ഓൺ ഗോയിങ് ആണ്, അല്ലെങ്കിൽ 35 വീക്സ് പ്ലസ് 3 days എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, ഇപ്പോൾ എൻ്റെ ഈ ഒരു കണ്ടീഷനിൽ പോകുന്ന കുറെ പേരുണ്ടായിരിക്കും പ്രഗ്നൻസിയിൽ, എന്താ പറയാ, ഒരേ ടൈമിങ്ങുള്ള ആൾക്കാർ, മേ ബി ചിലപ്പോൾ അത് 1 വർഷം കഴിഞ്ഞിട്ടാവാം ആൾക്കാർ കാണുന്നുണ്ടാവാം. അപ്പോൾ ഇതൊരു പക്ഷേ യൂസ്ഫുൾ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ. പിന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടി, ഇപ്രാവശ്യം അത്ര അധികം മേടിക്കാണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ചു. പിന്നെ എന്താ പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാത്ത കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ട മാത്രം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഹോസ്പിറ്റൽ വന്നതിന് ശേഷം ആഫ്റ്റർ ഡെലിവറി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും വേണമെങ്കിൽ ഞാൻ കുറച്ച് ഉൾപ്പെടുത്താം, പറഞ്ഞു തരാം. ഇതിൽ ഞാൻ കാണിക്കുന്നില്ല, അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. മോള് ഉറങ്ങുന്ന നേരം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ലിസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല, അത് ഞാൻ സെപ്പറേറ്റ് ലാസ്റ്റ് കാണിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്തായാലും ഉണ്ണിയുടെ നോക്കണോ അതോ അമ്മയുടെ നോക്കണോ? എന്തായാലും ഉണ്ണിയുടെ കാര്യം നോക്കാം, അതാണല്ലോ നമുക്ക് അത്യാവശ്യം എന്തായാലും. അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് ഞാൻ ആദ്യം വേണ്ട കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ മോളുടെ എന്താ പറയാ, മോൾക്ക് യൂസ് ചെയ്ത കൊട്ടൺ എടുത്തു. അവൾക്കിപ്പോ അവളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് വലുതായില്ലോ. അപ്പൊ ഞാൻ അവളുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കബോർഡിലേക്ക് വെച്ചു. ഇനി ഇതില് നമ്മൾ എന്തായാലും സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് ടെൻഷൻ. അപ്പൊ ഇതിലാണ് നമ്മളിപ്പോ ഉണ്ണിക്കുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലാബ് റൂമിലേക്ക് ചോദിക്കാൻ പോകുന്ന ഐറ്റംസും ആ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ അത് ഞാൻ നേരെ ഡയറക്റ്റ് എടുത്ത് കൊടുക്കാനുള്ള രീതിയിൽ ഒരു കവറിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതാദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലാബ് റൂമിലേക്ക് കൊടുക്കാനുള്ള ഐറ്റംസ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ അങ്ങനെ ഇതിന് വെക്കുന്നില്ല, എല്ലാം കഴുകി എന്താ പറയാ വാഷ് ചെയ്തൊക്കെ സെറ്റാക്കി ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളമുണ്ടുണ്ട്, ഒരു വലിയ വെള്ളമുണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ വെള്ളമുണ്ടും പിന്നെ കുറച്ച് കഷ്ണങ്ങളാക്കിയ വെള്ളമുണ്ട് വേണം. അപ്പോൾ കഷ്ണങ്ങളാക്കിയ വെള്ളമുണ്ടാണ്. അപ്പൊ വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ക്ലോത്ത്, അതുപോലെ തന്നെ കട്ട് ക്ലോത്ത് പീസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലാബ് റൂമിലേക്കുള്ളതാണ്. പിന്നെ നമുക്ക് 2 ടർക്കി വേണം, അതുപോലെ ഡയപ്പറും, ഉണ്ണിയുടെ ഡയപ്പറും.
അപ്പോൾ ഇത് ഒരു സെറ്റ് അങ്ങനെ, അതായത് 2 ടർക്കി, ഞാൻ ശരിക്കും വെച്ചുള്ളത് മസ്ലിൻ ടർക്കിയും അതുപോലെ തന്നെ ഒരു വലിയ കുറച്ച് കട്ടിയുള്ള ഒരു ടർക്കിയുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 ഡയപ്പറും. ഇത് നമ്മുടെ ലാബ്രോമിക്കുള്ളതാണ്. ഇത് 2 പാക്ക്. പിന്നെ അമ്മയ്ക്കുള്ള ഒരു മോംസ് പാഡ് വേണം, സാനിറ്ററി പാഡ് വേണം. അപ്പൊ അതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ആണ് ലാബ്രോമിലേക്ക് ചോദിച്ചുള്ളത്. പിന്നെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഐറ്റംസ് ആണ് നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളൂ ലാബ്രോമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഒരു കവറിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ദെൻ ഇതുപോലെ തന്നെ ലാബ്രോമിലേക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു മൂടിയുള്ള ഒരു ബക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂടിയുള്ള ബക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. മൂടിയുള്ള ബക്കറ്റ്, അതുപോലെ തന്നെ ഒരു വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് ലാബ്രോമിലേക്ക് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ കൊടുക്കാം എന്ന് എഴുതി ടൈപ്പ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ കേട്ടാ. നമുക്ക് വൈറ്റ് ക്ലോത്ത്, വെള്ള ക്ലോത്ത് വലിയത് വേണം. പിന്നെ കട്ട് ക്ലോത്ത് പീസ് വേണം. പിന്നെ 2 ടർക്കി, അതുപോലെ തന്നെ 1 ഡയപ്പർ, മോംസിന്റെ പാഡ്, പിന്നെ ഒരു ബക്കറ്റും ഒരു വെളിച്ചെണ്ണ, പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു ചെറിയ കുപ്പി പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ലാബ്രോമിലേക്ക് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഡയറക്റ്റ് വേഗം അമ്മയ്ക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് ഈസി ആയിട്ട് എന്താ പറയുക പറഞ്ഞു എടുക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ കവറിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും ഇങ്ങനെ എടുത്തു കൊടുക്കാൻ ഇതൊരു എളുപ്പമാവും. ഇതാണ് ലാബ്രോമിലേക്ക് ചോദിച്ചുള്ളത് കേട്ടോ. ഇനി ഈ കൊട്ടയിൽ എന്തൊക്കെയുള്ളത് കാണാം. ഓക്കെ, കൊട്ടയിൽ ഞാൻ ഉള്ളിക്കുള്ള കുറച്ച് നമ്മളെ വീട്ടിലുള്ള തന്നെ നല്ല മുണ്ട് കഴുകി എന്താ പറയാ ഉണക്കി കട്ട് ചെയ്ത് പീസാക്കി വെച്ചുള്ളതാണ്. പിന്നെ നമ്മുടെ വെള്ള ജബ്ലാസ്, എന്താ പറയാ ചിലര് കളറുള്ള ഉടുപ്പുകൾ എടുക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് വെള്ളമാണ് പ്രിഫർ ചെയ്തുള്ളത് എല്ലാതും. അപ്പൊ ഉണ്ണി വന്നു കഴിഞ്ഞപ്പോ എന്തായാലും എല്ലാ കളറും ഇടും. എങ്കിലും നമ്മളിപ്പോ ഇതൊക്കെ തേച്ച് ഞാൻ വെച്ചുള്ളതാട്ടോ, കഴുകി തേച്ച് വെച്ചുള്ളതാണ്. ഇങ്ങനെ കെട്ടുടുപ്പ് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇത് ഫുൾ ഒരു കോട്ടൺ സെറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു വെള്ള ഉടുപ്പ്, കെട്ടണ ഉടുപ്പ്, ഇങ്ങനത്തെ ഒരു 3 ഉണ്ട്. ഇത് ഫുൾ നല്ല കോട്ടൺ ആണ്. പിന്നെ അതൊരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടൺ വിത്ത് ബനിയൻ പോലത്തെ ഒരു ക്ലോത്ത് ആയിട്ടുള്ള ഒരു കെട്ടുടുപ്പ്, ഇതും ഒരു 3 സെറ്റ്. അങ്ങനെ 6 എണ്ണമായിട്ടാണ് ഞാൻ മേടിച്ചുള്ളത്. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഡെലിവറി കഴിഞ്ഞിട്ട് എന്താ പറയാ നമുക്ക് ആവശ്യം പോലെ മേടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് ആക്കിയിട്ട് ഒരു കവറിലാക്കിയിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിന് തന്നെ ഇതും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് ചോദിക്കുമല്ലോ. അപ്പൊ എന്റെ ഒരു സെറ്റ് ഡ്രസ്സ്, അതായത് എന്റെ ഒരു ഓപ്പൺ മാക്സി, മേ ബി ഇനിയിപ്പോ എന്താ പറയുക സി സെക്ഷൻ ആണെങ്കിൽ ഓപ്പൺ മാക്സി ആവുമല്ലോ വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം സി സെക്ഷൻ ആയിരുന്നു, ഇപ്രാവശ്യം നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ കൂടി പറയാൻ പറ്റില്ല, ചിലപ്പോൾ സി സെക്ഷൻ ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പൺ മാക്സി തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. 2 ഓപ്പൺ മാക്സി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓപ്പൺ മാക്സി, പിന്നെ നമ്മുടെ അണ്ടർ സ്കേർട്ട്, അതുപോലെ നമ്മളെ ഇന്നർ വെയേഴ്സ് ഒരു സെറ്റ്. അങ്ങനെ ഇത് ഒരു ഒറ്റ കവറിലാക്കി വെച്ചേക്കാണ്. പിന്നെ നമുക്ക് എന്തായാലും വൈറ്റ് ക്ലൗഡ്സ് അത്യാവശ്യം കുറച്ച് ഒരു 2-3 എണ്ണൊക്കെ ഞങ്ങള് 5-6 എടുത്തു. അതില് കുറെ എണ്ണൊക്കെ കട്ട് പീസ് ആക്കി. പിന്നെ ഒരെണ്ണം വെള്ളമുണ്ട് വലുത് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ ഇതാക്കി. പിന്നെ നമ്മളിത് വെള്ളമുണ്ടുകള് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്യാനും എന്തെങ്കിലും ലാബ്രോമിലേക്ക് പിന്നെയും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വീണ്ടും കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് നമ്മളെ കയ്യിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം വന്നാല് എടുത്തു കൊടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മള് ഇതൊക്കെ
എന്താ പറയാ പിന്നീട് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യേണ്ട വേസുകളാട്ടാ. നമ്മുടെ ഫേസ് ടവല് പാല് കുടിച്ചാലൊക്കെ ഒന്ന് ഫീഡ് ചെയ്തതിന് ശേഷം അവരുടെ മുഖത്തുണ്ടാവുന്ന ആ പാല് ഇരുന്നിട്ട് ചെറിയ ചെറിയ കുരുക്കളൊക്കെ പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ഫേസ് ടവല് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചുള്ളതാണ്, ഞാൻ പൊട്ടിക്കുന്നില്ല. ഒരു നല്ലൊരു മെറ്റീരിയൽ ആയിട്ടാ അതിന്റെ ആ ഒരു പേപ്പറൊക്കെ പോയി. അപ്പൊ ഫേസ് ടവൽ എന്ന് പറയും ഇതിനെ ഉമ്മകളുടെ. അപ്പൊ ഇതൊരു 6 പിന്നെ നമ്മുടെ ഒരു തോർത്ത് വെച്ചിട്ടുണ്ട്. തോർത്തൊന്നും നമ്മൾ ഉമ്മകളെ എന്തായാലും ഹോസ്പിറ്റലിൽ കുളിപ്പിക്കൊന്നുമില്ല, എങ്കിലും ഒരെണ്ണം കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ടർക്കിയും അതുപോലെ തന്നെ ഒരു തോർത്ത് കൂടി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സെപ്പറേറ്റ് എസെൻഷ്യൽ പ്രൊഡക്ട്സ്, ബേബിയുടെയും മമ്മിയുടെയും എസെൻഷ്യൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇപ്പൊ ഹോസ്പിറ്റൽ ബാഗിന്റെ കാര്യം മാത്രമേ, ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ 2 റോംബേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മഴക്കാലം ജൂണിലാണ് എന്റെ ഡേറ്റ് പറഞ്ഞുള്ളത്, പക്ഷെ അതിന്റെ മുന്നേ ഉണ്ടാവും അറിയില്ല. എന്തായാലും മെയ് ലാസ്റ്റ് ഓർ ജൂൺ ഫസ്റ്റിന് ഉണ്ടാവും. അപ്പൊ തണവ് എന്തായാലും അത്യാവശ്യമാണ്. 2 റോംബർ ഇതൊക്കെ ഞാൻ കഴുകി ഇതുപോലെ എടുത്തു വെച്ചുള്ളതാണ്, കാണിച്ചു എന്തായാലും. ഒരു ഫുൾ സെറ്റ് റോംബർ ഇതൊരെണ്ണം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സ് കേട്ടാ. പിന്നെ അങ്ങനെ 2 മേടിച്ചിട്ടുള്ള, ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ വെച്ചിട്ടാണ്. പിന്നെ ഇതിപ്പോ വീട്ടിലേക്ക് വരുമ്പോ ഇടാനോ അല്ലെങ്കിൽ ഒരു നൈറ്റ് തണവ് കാരണം നമുക്ക് ഇട്ട് കൊടുക്കാനോ അങ്ങനെ ആയിട്ട് ഞാൻ മേടിച്ചുള്ളതാണ്. ഇതെല്ലാം കൂടി ഒരു കവറിലാട്ടോ വെച്ചുള്ളത്. അതുപോലെ നമ്മുടെ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പൊ ഇത് നമ്മുടെ കേപ്പ്, അതുപോലെ തന്നെ ബുട്ടീസ്, മിറ്റൽസ്, നമ്മുടെ കാൽമലും കൈമലൊക്കെ ഉള്ള സംഭവങ്ങൾ. ഇത് കഴുകി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്, ഇതിന്റെ ഉള്ളിൽ വെച്ചേക്കാണ് ഇതിന്റെ സെറ്റുകൾ. ഇതിൽ നമ്മുടെ ബുട്ടീസ് ഉണ്ടായിരിക്കും, കാലും വന്നത്, പിന്നെ കയ്യും വന്ന മിറ്റൽസ് ഉണ്ടായിരിക്കും. തൊപ്പി നമ്മള് ഈ റാപ്പ് ചെയ്യുന്ന നമ്മുടെ ടർക്കി ടവലിൽ തന്നെ, റിസീവിംഗ് ടവൽ അല്ലെങ്കിൽ ടർക്കി ടവലിൽ തന്നെ തൊപ്പിയുള്ള കാരണം മിക്കതും ഈ തൊപ്പി യൂസ് ചെയ്യില്ല. എന്നാലും കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. പിന്നെ നമ്മൾ അങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെവി കവർ ചെയ്യണമല്ലോ. അപ്പൊ എന്തായാലും ഇതുണ്ടെങ്കിൽ നല്ലതാണ്. ക്യാപ്പും ഈ എന്തായാലും കൈമലും കാലുമലും ബുട്ടീസും മിറ്റേഴ്സും എന്തായാലും യൂസ്ഫുൾ ആവും. അത് നിങ്ങൾക്ക് ഒരു 2, 3, 4 മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോ 3 എടുത്തിട്ടുള്ളൂ, പിന്നെ ആവശ്യമില്ലെങ്കിൽ മേടിക്കാം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു കവറിൽ വരുന്നത് കേട്ടാ. ഫേസ് ടവലും ബുട്ടീസും മിറ്റൻസും ഒക്കെ. പിന്നെ അടുത്ത സാധനം ഇതേപോലെ ഒരു ടർക്കി, ഒരു റാപ്പിംഗ് മസ്ലിൻ കുടിലിന് അങ്ങനെ എന്ത് പറയും, ഒന്നിനെ റാപ്പ് ചെയ്യാനുള്ള ഒരു മസ്ലിൻ തുണിയാണ്. പിന്നെ അത് ചുറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ടർക്കി വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് വെക്കാം. ഉണ്ണി എപ്പോഴും വാമായിട്ടിരിക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 2 യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചില്ല കേട്ടോ. ഇതൊരു നല്ല കോട്ടൺ ആണ്, മസ്ലിൻ കോട്ടൺ എന്നൊക്കെ പറയും. അപ്പൊ ഇത് യൂസ്ഫുൾ ആവും എന്തായാലും. ടർക്കിയൊന്നും ഞാൻ അടുത്ത് വലിച്ചിടുന്നില്ല, നിങ്ങൾക്ക് കാണണം ആഗ്രഹമുണ്ട്. ഞാനിതൊക്കെ എന്താ വെച്ചാൽ കഴുകി അങ്ങനെ സെറ്റാക്കി വെച്ചില്ല, കാരണം ഇന്നൊന്നും എടുക്കുമ്പോ ഒരു മടി. ഇതൊക്കെ ഞാൻ തേച്ച് വെച്ചതാ ഗൈസ്, അതാണ് പ്രശ്നം. കാണിച്ചത് എന്തായാലും.
ഇതിന്റെ ടവല് ഇങ്ങനെ ക്യാപ്പ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു നമ്മൾ ഉണ്ണികളെ പൊതിഞ്ഞ് എടുക്കുന്ന സംഭവം കേട്ടോ. അപ്പൊ അതാണ് ഈ ടർക്കിയും. പിന്നെ മറ്റേത് മസ്ലിൻ കോട്ടൺ തുണിയാണ്. നമ്മള് ചിലര് ഇത് വേണമെന്ന് നിർബന്ധം, നല്ല സാധനമായ കാരണം ഞാൻ മേടിച്ചു. നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സാധാ വെള്ളമുണ്ടിൽ പൊതിഞ്ഞിട്ട് പിന്നെ ഈ ടർക്കിൽ വെച്ച് പൊതിയലായിരുന്നു. ഇപ്രാവശ്യം എനിക്കൊരാഗ്രഹം, ഇത് എല്ലാരും യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണുമ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് മേടിക്കാന്ന്. പിന്നെ നല്ല വാമായിട്ടിരിക്കാൻ ഈ തുണി ബെസ്റ്റ് ആയിരിക്കും ഞാൻ കേട്ടു. സോ ഇത് രണ്ടാണ് പിന്നെ വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കുറെ ടർക്കികൾ വേണം ഉണ്ണികൾക്ക് ഇങ്ങനെ പൊതിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മഴക്കാലാണെങ്കിൽ ഒന്നില് ഒതുങ്ങില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു 3 മേടിച്ചിട്ട് പിന്നെ ഈ നമ്മുടെ ടർക്കികള് ഉണങ്ങാണ്ട് നമ്മൾ വീണ്ടും മേടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സോ ഇപ്രാവശ്യം ഞാനത് മുൻകൂട്ടി കണ്ടിട്ട് കുറച്ചധികം ടർക്കി കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണിയുടെ ടർക്കികളും ഉണ്ടായിരുന്നു. നല്ല കുറച്ച് ടർക്കികള് വേറെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാ അതൊക്കെ വേസ്റ്റ് ചെയ്യുന്നു. ഞാൻ അവള് വലുതാവുമ്പോ കാണാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. എന്തായാലും ഇപ്പൊ അടുത്ത ഉണ്ണി ഇപ്പൊ പെട്ടെന്ന് 3 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടി ഇതൊക്കെ മോളുടെ ടർക്കികളാണ്, റിസീവിന്റെ അല്ലെങ്കിൽ ടർക്കി ടവലാണ്. അപ്പൊ ഇതൊക്കെ നല്ല അതേപോലെ തന്നെ ഇരിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതും ഞാൻ ഇതേപോലെ നല്ല ഡിറ്റർജന്റ് ഒക്കെ യൂസ് ചെയ്ത് കഴുകി ഉണക്കി എന്താ പറയാ സെറ്റ് ആക്കിയിട്ട് വെച്ചുള്ളതാ. അപ്പൊ അതാണ് അടുത്ത കേസ്. നമ്മൾ കൂടുതലും ടർക്കികൾ മേടിക്കാവും ബെറ്റർ. ടർക്കികൾ നമുക്ക് കുറച്ച് ഉണ്ടാകാൻ നല്ലതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡ്രൈ ഷീറ്റ് ആണ്. 2 ഡ്രൈ ഷീറ്റ്. ഇത് സ്മോൾ സൈസ് ആണ്. നിങ്ങൾക്ക് ലാർജ് പീസ് മേടിച്ചിട്ട് അത് 4 കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ലാർജ് പീസിന് 700 രൂപ അങ്ങനെ എന്തോ വരുന്നുണ്ട്. ഇത് ഞാൻ ഏകദേശം 200 രൂപയുടെ അടുത്തുള്ള 2 സെപ്പറേറ്റ് മേടിച്ചത്. 132 152 അങ്ങനെ എന്തോ 152 അങ്ങനെ എന്തോട്ടാണ് റേറ്റ്, ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഇത് ഈ 2 ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ മേടിക്കാം. എന്തായാലും 2 മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 ഡ്രൈ ഷീറ്റ് എന്തായാലും റിസീവിംഗ് ടൈമില് നിങ്ങളൊരു 3-4 എണ്ണം മേടിച്ചു വെക്കുക. പിന്നെ നമ്മുടെ വെള്ളമുണ്ടകൾ കുറച്ചധികം കരുതുക. പിന്നെ റോംബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ്. അതുപോലെ തന്നെ ഫേസ് ടവൽ, മുഖം പാല് കുടിച്ചു കഴിഞ്ഞാലൊക്കെ തുടച്ചു കൊടുക്കാനും അവരുടെ മുഖം തുടയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫേസ് ടവല് യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയാ മേടിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തോർത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യം വരില്ല എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പൊക്കിൾ കൂടി പോവാണ്ട് നമ്മൾ എന്തായാലും ഉണങ്ങി ഇതാവാണ്ട് വീഴാണ്ട് നമ്മൾ കുളിപ്പിക്കില്ല. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ മിനിമം 5 ദിവസമൊക്കെ തന്നെ അഡ്മിറ്റ് ആവുള്ളൂ. നോർമൽ ആണെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഡെലിവറി നിർത്തണ കാരണം എത്ര ദിവസം നിൽക്കും എന്നറിയില്ല. അപ്പൊ ഞാൻ 5 ദിവസമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനുള്ള സാധനങ്ങളാണ് ഞാൻ കരുതുന്നുള്ളൂ. അപ്പൊ ഇതൊരു സെറ്റ് കേട്ടോ. പിന്നെ ഉണ്ണിയുടെ വെള്ള കെട്ടുടുപ്പും കുറച്ച് വെള്ള പീസ് മുണ്ടയും. എന്തായാലും ഞാൻ ഹോസ്പിറ്റലില് കൂടുതലും ഞങ്ങള് ഡൈപ്പറാണ് യൂസ് ചെയ്യുക. വെള്ളമുണ്ട് പിന്നെ കരുതുന്നു, അത്രേ ഉള്ളൂ. വെള്ളമുണ്ട് കുറച്ച് ചിലപ്പോ ഒക്കെ കെട്ടി കൊടുക്കും. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഡൈപ്പർ എപ്പോഴും നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പകലൊക്കെ ഇതുപോലത്തെ വെള്ളമുണ്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഉണ്ണികൾക്ക് റാഷസ് ഒന്നും വരണ്ടെന്ന് കരുതിയിട്ട്. ഇത് എൻ്റെ ഒരു സെറ്റ് ഡ്രസ്സാണ്. ഓക്കെ, അപ്പൊ എത്ര ഉള്ളു. അപ്പൊ ലേബർ റൂമിലേക്കുള്ള സാധനം ആദ്യം തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രണ്ടിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അമ്മമാർക്ക് ഈസി ആയിട്ട് അതങ്ങോട്ട് എടുത്തു കൊടുക്കും.
അപ്പൊ അതിനാണ് ഈ സംഭവം വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ബേബിയുടെ ഐറ്റംസ് ആയിട്ട്, ക്ലോത്തിന്റെ ഐറ്റംസ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ബക്കറ്റും പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണയും കാണിച്ചു തന്നല്ലോ. ഓക്കെ ഓക്കെ അപ്പൊ ഉമ്മയുടെ ഐറ്റംസ് കാണിച്ചു തന്നു. ഇനി നമ്മുടെ അമ്മയുടെ ഐറ്റംസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മുടെ ഫയല്, നമ്മുടെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും ബ്ലഡ് ടെസ്റ്റും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഫയൽ റിപ്പോർട്ട് പറ്റുകയാണെങ്കിൽ ഒരു പേരൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നപ്പോൾ ഞാൻ ഇതിൽ വെച്ചപ്പോ ഈ സംഭവം കയറിപ്പോയി. അതുണ്ട് ഈ ഫയൽ ആരുടെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ റഷ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, എത്ര പ്രഗ്നൻസി ഉണ്ടാവും അറിയില്ല. പിന്നെ ഇവിടുത്തെ ലാബ് റൂം ഞാൻ കണ്ടിട്ടില്ല. ജനറൽ ലാബ് റൂമിൽ ജനറൽ ഹോസ്പിറ്റലിലെ ലാബ് റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേര് വന്നിരുന്നു. നമ്മുടെ കുറെ ഫയൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടൊക്കെ. അപ്പൊ ആ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫയല് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ കൂടി ഞാനൊരു ഇതാക്കി വെച്ചേക്കാണെങ്കിൽ ഇതൊരു സേഫ്റ്റിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഫയൽ എടുത്തതാണെന്ന് മാത്രം. പിന്നെ നമ്മുടെ മെഡിസിനൊക്കെ നമ്മുടെ ബാഗിൽ ഉണ്ടാവണം നല്ലതാണ്. നമ്മൾ ചിലപ്പോ മുന്നേ പോയി അഡ്മിറ്റ് ആവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മെഡിസിൻസ്, പിന്നെ നമ്മുടെ പേഴ്സ്, വാലറ്റ്സ്, നമ്മുടെ ID കാർഡ്സ്, ATM കാർഡ്, അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഹോസ്പിറ്റലത്തെ കാർഡുകൾ, ഇതൊക്കെ ഉള്ള ഒരു പേഴ്സ്, ഇതും ഒക്കെ ആയിട്ട് ഒരു ബാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഐറ്റം. ദെൻ നമ്മുടെ പെട്ടി കാണിച്ചാൽ ഗൈസ്, നമ്മുടെ പെട്ടി ഇല്ലാത്തവര് പെട്ടി ഇല്ലാച്ച് വിഷമിക്കണ്ട. നിങ്ങൾക്ക് നമ്മുടെ സാധാ ഒരു ബാഗിലൊക്കെ വെച്ചാലും മതി, പെട്ടി തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മള് പെട്ടി ഇവിടെ ഇരിക്കണ കാരണം എടുത്തു എന്ന് മാത്രം. നമുക്കത് മേടിക്കാൻ വേണ്ടി ഓടൊന്നും വേണ്ട കേട്ടാ. എല്ലാവരും ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഈ പെട്ടിയിൽ ഇവിടെ ക്ലോത്ത്സും ഇവിടെ നമ്മൾ നിറച്ച് നമ്മുടെ ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടാ. ഓക്കെ വെച്ചുള്ളത്. അപ്പൊ ഇതില് ഞാൻ വെച്ചുള്ള വെച്ചാല് എൻ്റെ ഒരു നൈറ്റി, ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ മാക്സ് ഞാൻ 2 കരുതിയിട്ടുള്ളത്. അപ്പൊ അതിലൊരെണ്ണം ആ ഒരു കവറില് ലാബ് റൂമിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഒരെണ്ണം, അങ്ങനെ 2 ഓപ്പൺ മാക്സ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു 3 സാധാ ഫ്രോക്ക് നൈറ്റി, ഒരു ഫ്രോക്ക് നൈറ്റി, അങ്ങനെ 3 നൈറ്റി വേറെ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 ദിവസമാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഒരു 5 നൈറ്റി, അല്ലെങ്കിൽ 2 ഓപ്പൺ മാക്സി, 3 സാധാ നൈറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട എന്താ പറയാ അണ്ടർസ്കേർട്ട്, അടിപ്പാവാട, പിന്നെ തോർത്ത് ഞാൻ 2 വെക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ നമ്മള് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വലുത് വേണ്ടി വരുമല്ലോ, പിന്നെ കുളിക്കുമ്പോ യൂസ് ചെയ്യാനും. എൻ്റെ ഒരു 2 മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 5 ഡ്രസ്സാണല്ലോ നമ്മൾ കരുതുന്നത്, 5 മാക്സിയാണ് കരുതുന്നത്. നിങ്ങൾ എപ്പോഴും കുറച്ച് കൂടുതൽ എടുത്ത് വെക്കുന്നതിൽ കുഴപ്പമില്ല. അതായത് 5 അല്ലെങ്കിൽ 7 നമ്മളെ ഹോസ്പിറ്റൽ അനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ അഡ്മിഷനും, അതുപോലെ തന്നെ അഡ്മിഷനല്ല, നമ്മുടെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ. ചില ഹോസ്പിറ്റലിൽ വേഗം പോരാ, ചിലയിടത്ത് ചിലപ്പോ കുറച്ച് ദിവസം എടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഞാനിത് ഇവിടെ വെച്ചുള്ളത് എൻ്റെ മോളുടെ, എനിക്ക് മൂത്ത മോളുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഇതുപോലെ 5 കൂട്ട് ഡ്രസ്സ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എൻ്റെ ഹസ്ബൻഡ് വരും. അതുപോലെ തന്നെ അനിയനൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പൊ അവരൊക്കെ പോകും വരൊക്കെ ചെയ്യുമ്പോൾ അവൾ എന്തായാലും അവളെ കൂടെ കൊണ്ടും വരൊക്കെ അവരെ കൂടെ ആയിരിക്കും. അപ്പൊ നല്ല ഡ്രസ്സ് വേണമെങ്കിൽ വിഷ്ണു ഇവിടെ വന്ന് എടുക്കുകയൊക്കെ ചെയ്തോളും. അതുകൊണ്ട് അതെടുത്തിട്ടില്ല കേട്ടാ. പിന്നെ ഇതാണ് ഡ്രസ് ഐറ്റംസ് പറയണത്. പിന്നെ നമ്മുടെ ഈ 5 കൂട്ട് ഡ്രസ്സ് എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇന്നർ വെയേഴ്സും 5 തന്നെ എടുത്തിട്ടുണ്ട്. അതാണ് ഇതിലുള്ളത് കേട്ടാ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഞാന് ഒരു പുതപ്പ് വെച്ചിട്ടുണ്ട്. പുതപ്പ് 1 2 എടുക്കാം, നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനും കൂടി ഉള്ളത് കേട്ടോ. പിന്നെ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെ നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ എടുത്താലും മതിയല്ലോ. എന്തായാലും ഒരെണ്ണം എടുത്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും ഒരു എന്താ പറയാ പുതപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ നമ്മള് പാക്ക് ചെയ്യാത്തത് അമ്മയുടെ, എന്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് അമ്മയാണല്ലോ ഉണ്ടാവുക. അമ്മയുടെ ഡ്രസ്സുകൾ വെച്ചിട്ടില്ല. അത് മാത്രമേ ഇനിയിപ്പോ ഇതിൽ സെറ്റ് ചെയ്യാത്തുള്ളൂ. അതിപ്പോ ഇതിൽ പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള ഐറ്റംസ് അവർക്ക് എത്ര ദിവസം വെച്ചാൽ അത്ര ദിവസമുള്ള അവരുടെ ഡ്രസ്സും അവരുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെക്കും. ഇനി ഇതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ ഉള്ളിലാണ് ഐറ്റംസ്. ഇതിന്റെ ഉള്ളില് വെച്ചുള്ളത് ഞാൻ പറഞ്ഞല്ലോ, 5 ദിവസത്തിനുള്ള നമ്മുടെ ഇന്നർ വെയേഴ്സ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ എനിക്ക് വേണ്ട ഒരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ, ഇതൊക്കെ മിസ്സലേനിയസിൽ വരുന്നതാണ്. പിന്നെ സാനിറ്റൈസർ, ഹോസ്പിറ്റലല്ലേ അപ്പൊ നമ്മൾ സാനിറ്റൈസർ മേടിച്ചിട്ടുണ്ട്. ടിഷ്യൂ, സാനിറ്റൈസർ, പേസ്റ്റ്, ഷാമ്പു, നമ്മളവിടെ നിൽക്കുമ്പോൾ കുളിക്കാൻ വേണ്ടിയുള്ള ഷാമ്പു, പിന്നെ സോപ്പ്. ഇത്രയും കാര്യങ്ങള് മിസ്സലേനിയസ് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഉണ്ണിക്ക് ഇൻ കേസ് എന്തെങ്കിലും മരുന്ന് തേച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ചെവിയിൽ വല്ല ചെപ്പിണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതൊന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ണിക്ക് നിപ്പിളിന്റെ അവിടെ നിപ്പിളല്ലേ സോറി മറ്റേ നമ്മുടെ പൊക്കിൾക്കൊടി പോയിട്ട് അവിടെ മെഡിസിൻ തേക്കാൻ ഇതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ബഡ്സ് ആണ്. പിന്നെ സോപ്പൊന്നും നമ്മളവിടെ കുളിപ്പിക്കണമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഇനി ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഒരു സോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ സോപ്പും വെട്ടി അത് ആവശ്യം വരില്ല എന്ന് കരുതുന്നു. ഇത് ഞാൻ കരുതുന്നുണ്ട് എന്തായാലും. പിന്നെ ഞാൻ കുറെ സാധനങ്ങളൊന്നും ഉണ്ണിക്ക് മേടിച്ചില്ല. അതായത് എന്താ പറയാ സോപ്പും ഡൈപ്പർ റാഷ് ക്രീമും മാത്രമേ ഞാൻ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ. ബാക്കി പൗഡറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള ഐറ്റംസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, നമ്മള് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പേര് കാണാൻ വരുമ്പോ ഇത് കുറെ കൊല്ലും, കുറെ ഉണ്ടാവും ഇതിങ്ങനെ സെറ്റ് ആയിട്ട്. കുറെ കാലമായിട്ട് ഇത് കഴിയില്ല. അപ്പൊ ഒന്നാമത്തെ മോളുടെ ഐറ്റംസ് തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചിട്ടുമില്ല. പിന്നെ നമ്മള് വേണ്ട ഒരു കാര്യമാണ് ടിഷ്യൂ. പക്ഷെ ഈ ടിഷ്യൂ മേടിക്കരുത്, ഹിമാലയയുടെ. ഇത് ഞാൻ അറിയാണ്ട് വിഷ്ണു ഹസ്ബൻഡ് എടുത്തതാണ്, ആൾക്കറിയുണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയിട്ട്. ഹിമാലയയുടെ നമ്മള് ഉണ്ണികൾക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത് എന്ന് പറഞ്ഞു കേട്ടു. അതായത് വലിയൊരു യൂസ് ചെയ്യുമ്പോ കുഴപ്പമില്ല, ഉണ്ണികൾക്ക് യൂസ് ചെയ്യാൻ ഇത് ആൽക്കഹോൾ ഫ്രീ ഒക്കെ ആണെങ്കിൽ കൂടി വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള, വാട്ടർ കണ്ടന്റ് 99.9%, അതുപോലെ ഫ്രാഗ്രൻസ് ഇല്ലാത്ത ടിഷ്യൂ നോക്കിയിട്ട് നിങ്ങൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഇപ്പൊ അപ്പിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ കൊണ്ടാണല്ലോ തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുഖത്തോ അല്ലെങ്കിൽ കൈയൊക്കെ തുടച്ചു കൊടുക്കാനൊക്കെ നമ്മൾ ടിഷ്യൂ ആണ് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഹിമാലയയുടെ ടിഷ്യൂ യൂസ് ചെയ്യണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഞാൻ യൂസ് ചെയ്യാം, ഉണ്ണിക്ക് വേറെ സെപ്പറേറ്റ് ഇനിയിപ്പോ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ മേടിക്കാന്നാണ് വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും ടിഷ്യൂ ഉണ്ണിക്ക് വേണം കേട്ടോ. പിന്നെ എന്തായാലും കുറച്ച് ദിവസം നമുക്ക് എന്താ പറയാ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ പാഡ് വേണം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി ചൂസ് ചെയ്യുക. XXL XLോ അങ്ങനെയൊക്കെ കുറച്ചധികം ബ്ലീഡിങ് ഉള്ള കാരണം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നോക്കിയിട്ട് മേടിക്കുക. ലാബ് റൂമിലേക്ക് സെപ്പറേറ്റ് മോംസിന്റെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്കുള്ള ഡൈപ്പർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡൈപ്പർ റാഷ് ക്രീം ഉണ്ട്. പിന്നെ ഉണ്ണികൾ വരുമ്പോൾ എന്തായാലും കുറച്ച് നഖങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ നഖങ്ങൾ ഉണ്ടാവും. അപ്പോ പണ്ടൊക്കെ ഉള്ളവർ പറയുന്നത് കടിച്ചതിനോട് എടുത്താൽ മതിയെന്ന്, പക്ഷെ എനിക്കത് പേടിയാണ്, അല്ലെങ്കിൽ കൈയിട്ട് വലിച്ചതാക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു നെയിൽ കട്ടർ, മീമിയുടെ ഒരു നെയിൽ കട്ടർ മേടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം യൂസ്ഫുൾ ആയിരുന്നു ഉണ്ണിക്ക്. പിന്നെ ഡിറ്റർജന്റ്, അപ്പൊ ഹോസ്പിറ്റലില് ഉണ്ണിയുടെ മറ്റേ വെള്ളമുണ്ട എന്തെങ്കിലും കഴുകണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ഡൈപ്പറാണ് യൂസ് ചെയ്യണത്. എന്നാലും കെട്ടുടുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റർജന്റ്, ഉണ്ണികളുടെ ഡിറ്റർജന്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡെറ്റോളും മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറെ എന്തൊക്കെയോ മേടിച്ചു കൂട്ടി, പ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. ഒരു ഡെറ്റോള് നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഉണ്ണിയുടെ ഡിറ്റർജന്റ് മേടിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ അഗെയിൻ ഞാൻ ഉണ്ടാക്കാണ് നമുക്കുള്ള ഒരു 5 സെറ്റ് ഡ്രസ്സ്. അതിന്റെ 5 നമ്മളെ ഹോസ്പിറ്റലിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര സെറ്റ് ഡ്രസ്സാണ് വേണ്ടത് വെച്ചാൽ അത്ര സെറ്റ് ഡ്രസ്സും ഇന്നർ വെയേഴ്സും. പിന്നെ പുതപ്പും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് മൂത്ത മക്കളുണ്ടെങ്കിൽ അവരെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ എത്ര ദിവസമുള്ള ഡ്രസ്സ് വെക്കുക. പിന്നെ നമുക്ക് ഇത് എന്തായാലും അത്യാവശ്യമാണ്, ബേബി ഡൈപ്പേഴ്സ്, അതുപോലെ അമ്മമാരുടെ സാനിറ്ററി പാഡ്, പിന്നെ ടിഷ്യൂ, വൈപ്സ് ആവശ്യമാണ്. പിന്നെ ടിഷ്യൂ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തുടയ്ക്കാനും മേശ ടേബിൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിച്ചതിന് ശേഷമൊക്കെ നമ്മൾ അവിടെ തുടയ്ക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. കൈ തുടയ്ക്കാനും ഒക്കെ യൂസ്ഫുൾ ആവും വാഷ് ചെയ്തതിന് ശേഷം. ഡൈപ്പർ റാഷ് ക്രീമും നല്ലതാണ്. ഡൈപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ റാഷസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഡൈപ്പർ റാഷ് ക്രീമും ഒരു സോപ്പും മാത്രം നമ്മൾ ഫസ്റ്റ് കരുതിയാൽ മതി. പിന്നീടുള്ളതൊക്കെ പിന്നെ മേടിച്ചാൽ മതി. പൗഡർ, ലോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ, കുളിപ്പിച്ചൊക്കെ തുടങ്ങിയിട്ടാണല്ലോ ബാക്കിയെല്ലാം ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ മേടിച്ചാലും മതി കേട്ടാ. ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു ഡൈപ്പർ റാഷ് ക്രീമും സോപ്പിന്റെ ആവശ്യമില്ല, എന്നാലും സോപ്പ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പിന്നെ ഒരു നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. നഖം ഉള്ള കുട്ടികളാണെങ്കിൽ വെട്ടി കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പേസ്റ്റ്, ഷാംപൂ, സോപ്പ്, എന്താ പറയാ സാനിറ്റൈസർ, ബ്രഷ്, ഇനി അമ്മയുടെയും സാധനങ്ങൾ വെക്കാണ്ട്. പിന്നെ ബണ്ണാണ് കുറച്ച് കരുതുന്നത് നല്ലതാണ്, നമ്മുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കാൻ. ഇതിന്റെ സിസേറിയനാണെങ്കിൽ 2 ഭാഗത്തേക്ക് മുടി മെടഞ്ഞിടണം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കാണല്ലോ, അപ്പോൾ കുറച്ച് ബണ്ണ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മോളുള്ള കാരണം മോൾക്കുള്ള ബണ്ണാണ് കേട്ടോ അത്. ഇത്രയുള്ള നമ്മുടെ ഐറ്റംസ്. എന്തായാലും ഞാൻ വിട്ടുപോയില്ല. പിന്നെ നമ്മൾ എന്റെ കുറച്ച് ഐറ്റംസ് ലൈക്ക് മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, ലിപ് ബാം, അങ്ങനത്തെ ഒരു ഇതാക്കിയിട്ടുള്ള ഒരു പൗച്ച് കയ്യിൽ കരുതുന്നുണ്ട്. ഇത് ഞാൻ ഇതിൽ തന്നെ വയ്ക്കാണ്. പിന്നെ ഒരു ചീർപ്പും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി വെക്കാനൊക്കെ ഒരു ചീർപ്പും കരുതുന്നത് നല്ലതാണ്. അത്ര ഉള്ള ഇതില്ലേ. ഞാൻ എല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് വെക്കുക. ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ കുറച്ച് കവേഴ്സ് കരുതുന്നത് നല്ലതാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലക്കാല ഡ്രസ്സുകളൊക്കെ ആക്കി വെക്കാനോ അല്ലെങ്കിൽ വേസ്റ്റ് എന്തെങ്കിലും കൊണ്ടാനോ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കവറുകൾ, വലിപ്പമുള്ള കവറുകൾ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ അത്യാവശ്യമായിരുന്നു മനസ്സിലായതുകൊണ്ടാണ് പ്രാവശ്യം ഇതൊക്കെ വെച്ചുള്ളത്. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ഞാൻ ഇപ്പൊ എടുത്ത് വെക്കാണ്ട് പോണ നേരത്തെ
എടുത്താൽ മതിയല്ലോ എന്ന് കരുതുന്നതുകൊണ്ട് എടുക്കാത്ത കേട്ടാ. 2 പ്ലേറ്റ്, 2 ഗ്ലാസ്, ഒരു ഫ്ലാസ്ക്. ഫ്ലാസ്ക് ഒക്കെ നമ്മൾ അത്യാവശ്യമാണ്, കാരണം ചൂടുള്ള ചായ ഒക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ. അതുപോലെ തന്നെ തൂക്കുപാത്രം, കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച അതിന് തൂക്കുപാത്രം. ഇത്രയും കാര്യങ്ങള് ഇനി കൊണ്ടുപോകാൻ വേണ്ടി എടുത്തേക്കാണല്ലോ. പിന്നെ അമ്മയുടെ ഐറ്റംസ് വെക്കാണ്ട്. ഇത്രയേ ഉള്ളൂ ഇതില്. അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ലിസ്റ്റ് എന്താ പറയാ, ഒരു ലിസ്റ്റ് എന്തായാലും ഇതിൽ എവിടെയെങ്കിലും കാണിക്കാം എന്തൊക്കെ വേണം എന്നുള്ളത്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണെങ്കിലോ. പിന്നെ എന്താ പറയാ, ആഫ്റ്റർ ഡെലിവറി നമുക്ക് മേടിക്കേണ്ട കുറച്ച് ഐറ്റംസ് ആയിരിക്കും. നമ്മുടെ ഫീഡിങ് ബോട്ടിൽ, നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ള പാലുണ്ടായിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് പമ്പും അതുപോലെ തന്നെ അങ്ങനത്തെ ഫീഡിങ് ബോട്ടിലും ആവശ്യം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പൊടി, നമ്മള് എന്താ പറയുക, ലാക്ടോജന, നമ്മൾ പൊടി ഉണ്ടാവുമല്ലോ, ഫോർമുല മിൽക്സ്, അതിന് വേണ്ടിയുള്ള അതൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ അതൊക്കെ മേടിക്കേണ്ടി വരാം. അതൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് മേടിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റിയുള്ള സാധനം ഞാൻ മറന്നു പോയതാണ് ഫസ്റ്റ് കാണിക്കാൻ. നെറ്റ് ബെഡ്, കൊതുകലുള്ള ഒരു ബെഡ് മേടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഹോസ്പിറ്റലിന്റെ സിറ്റുവേഷൻ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബെഡ് വേറെ നെറ്റ് വേറെ ആയിട്ട് മേടിച്ചപ്പോൾ എന്റെ നെറ്റ് വലുതായതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ വെക്കാൻ പറ്റാണ്ട് ഞാൻ എന്റെ മോള് കൊതു വെച്ചിട്ടാണ് കിടന്നിരുന്നത്. അപ്പൊ ഒരു നെറ്റുള്ള ബെഡ്, നെറ്റോട് കൂടിയുള്ള ഒരു ബെഡ് മേടിക്കുന്നത് നല്ലതായിരിക്കും. നെറ്റ് ബെഡ് മേടിക്കുക. പിന്നെ ഫീഡിംഗ് പില്ലോ ഉണ്ടെങ്കിൽ നല്ലതാണ് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫീഡിംഗ് പില്ലോ ഈ പറഞ്ഞ പോലെ വിഷ്ണു വന്നിട്ട് മേടിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ക്യാരി ബെഡോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ക്യാരി ബാഗ് തോന്നുന്നുണ്ട് ഉള്ളിൽ വെക്കണ, അതൊന്നും ഞാൻ മേടിച്ചില്ല. കാരണം എന്താ വെച്ചാല് വെറുതെ കാശ് കളയണ്ട എന്ന് വെച്ചിട്ടാണ്. പിന്നീട് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രല്ല എന്റെ ചേച്ചി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്ക് മേടിച്ചിട്ട് ആ ഉണ്ണി ഡിസ്കംഫർട്ട് കാരണം അത് അത്ര ഉപയോഗം ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അത് വെറുതെ മേടിച്ച് വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മേടിച്ചില്ല. നെറ്റ് ബെഡ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസും. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് നമ്മുടെ ബാത്ത് ഷീറ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ടർക്കി മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3-4 ക്ലോത്ത് ഡൈപ്പർ മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ്, നമ്മുടെ നല്ല മുണ്ടകൾ വെച്ചിട്ട് ഷീറ്റ് വെച്ച് കെട്ടി കൊടുത്താൽ നമ്മുടെ മൂത്രം നമ്മുടെ കിടക്കാനും ആവാതിരിക്കാനുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല, അതൊക്കെ മാറ്റി വെച്ചേക്കാണ്. ഇപ്പൊ ഞാൻ കാണിച്ചുള്ള ഐറ്റംസ് ആണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ലിസ്റ്റിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.